സൈറാസ് ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈസി ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം കേക്കിനുള്ള മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 2 പ്രാവശ്യം അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്, ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കൊരു 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചർ പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ഈ മുട്ടയുടെ മിക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 1/4 കപ്പ് പാലൂടി ചേർത്തിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കണം. ഈ ഒരു പാകത്തിനാണ് ബാറ്റർ റെഡിയാക്കേണ്ടത്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ മുകളിലുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം അത് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. കേക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ബട്ടർ പേപ്പർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂ കൂടി വെച്ച് കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട് അതൊരു 10 മിനിറ്റോളം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ഈ ഒഴിച്ച് വെച്ചിട്ടുള്ള ബാറ്ററിൻ്റെ പാത്രം ഇറക്കി വയ്ക്കാം. ഇപ്പം ഞാനത് മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 40 മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി വെക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്കിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.